കാമഭ്രാന്ത് മൂത്ത് പിഞ്ചു കുട്ടികളെയും വയോധികരെയും വരെ വെറുതെ വിടാത്ത ചില മനുഷ്യമൃഗങ്ങളുണ്ട്. അത്തരത്തിലൊരാളാണ് കൊല്ലം കുന്നിക്കോട് കുരാ സ്വദേശി അനീഷ്. വയോധികയെ പാടത്തേക്ക് തള്ളിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പോക്സോ കേസുകളിലും ഇയാൾ പ്രതിയാണ്. ഒരു കേസിൽ 63 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയാണ് പുറത്തിറങ്ങിയത് എന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം കുന്നിക്കോട് വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് പ്രതി അറസ്റ്റിലായത്. കുര തെക്കൻകോട് കിഴക്കതിൽ വീട്ടിൽ 29 വയസ്സുള്ള അനീഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം. പാൽ സൊസൈറ്റിയിൽ പാൽ നൽകിയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങും വഴി ഇലഞ്ഞിക്കോട് ഏലായുടെ അടുത്ത് വെച്ചാണ് പ്രതി അനീഷ് വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഇവരെ പാടത്തേക്ക് തള്ളിയിട്ട് ഉപദ്രവിക്കുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. ഈ സമയം അതുവഴി വന്ന മറ്റൊരു സ്ത്രീ വഴിയരിയിൽ കിടന്ന പാൽപാത്രവും കുടയെ ശ്രദ്ധിച്ച് വയോധികയുടെ പേര് ഉറക്കം വിളിച്ചതോടെ അനീഷ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മുമ്പ് 3 പോക്സോ കേസുകളിലെ പ്രതിയാണ് അനീഷ്. ഇതിലൊരു കേസിൽ 63 വർഷം ശിക്ഷിക്കപ്പെട്ട ഇയാൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ജാമ്യത്തിൽ നിൽക്കുന്നതിനിടെയാണ് വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടത്. വയസ്സുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതി നേരത്തെ 3 പോക്സോ കേസുകളിൽ പ്രതിയാണ്. ഒരു കേസിൽ 63 വർഷം, പല വകുപ്പുകളിലായി 63 വർഷം ശിക്ഷിക്കപ്പെട്ട ആളാണ്. പക്ഷേ അത് പ്രതി ഇപ്പോൾ അപ്പീലിൽ നിൽക്കുകയാണ്. പ്രതി ഇന്നലെ മഴ കഴിഞ്ഞിട്ട് മഴയുള്ള സമയത്താണ് ആ സ്ത്രീ നടന്നു വരുന്ന വഴിക്ക് അവരെ വലിച്ച് അവരുടെ ഏലയിലെ പാത്തിയിലേക്ക് തള്ളിയിട്ട് അവരുടെ വസ്ത്രം ഉയർത്തി അവിടെയൊക്കെ വലിച്ചേറി അവരുടെ ദേഹത്ത് കയറി കിടന്ന് പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ചത്. ആ സമയത്ത് അതുവഴി വന്ന ഒരു സ്ത്രീയാണ്. ഈ പാത്രവും കുടയൊക്കെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഈ മുന്നേ പോയ ആ സ്ത്രീയുടെ പേര് വിളിക്കുകയും അത് കേട്ട് പ്രതി എടുത്തിട്ട് ഓടിപ്പോവുകയും ചെയ്യുകയായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുന്നിക്കോട് SHO രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ SI-മാരായ വിനോദ്, സാബു, ബിനീഷ്, അനിൽ, ASI-മാരായ അനിൽ, അംബിക, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷമീർ, CPO-മാരായ രേഷ്മ, അഖിൽ, അബു എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.